السلام عليكم ورحمة الله وبركاته. إن الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن إبراهيم كان أمة قانتا لله حنيفا ولم يكن من المشركين شاكرا لأنعمه اجتباه وهداه إلى صراط مستقيم وآتيناه في الدنيا حسنة وإنه في الآخرة لمن الصالحين. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, ഖാലിക്കും മാലിക്കും റാസിക്കുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശന വിധിവിലക്ക് എന്തെല്ലാം ഉണ്ട് അതെല്ലാം ജീവിതത്തിലെ എല്ലാ സന്ദർഭത്തിലും പാലനയാക്കിയിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് പേടിച്ചിട്ട് തഖ്വയോടുകൂടെ ഭയപ്പെട്ടിട്ട് ജീവിക്കണം ചെന്നിട്ട് സ്വന്തത്തെ മറക്കാണ്ട് നിങ്ങളെല്ലാം ഓരോരുത്തരൊട്ടിಗೆ തഖ്വ വസിയത്താക്കിയൊന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനും സുന്നത്തും അനുസരിച്ചിട്ട് യഥാർത്ഥമായ മുസ്ലിമായിട്ട് ജീവിക്കുകയും അതേപോലെ ഈ ലോകത്തിൽ നിന്നിട്ട് യാത്ര പോകുമ്പോഴത്തേക്കും കാമിലായ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലതായ കലിമത്തു തൗഹീദ് ഉച്ചരിച്ചിട്ട് സ്വർഗത്തെ സുവാർത്ത കിട്ടിയിട്ട് മരിക്കരുതായ ഭാഗ്യവന്തന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാവരെയും പെടുത്തുമാറാകട്ടെ. ആമീൻ. സഹോദരന്മാരെ, അല്ലാഹുവു എത്ര ശുക്റാക്കിയും മയ്യാവല. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. ലോകത്തിലെ നാനാ പ്രദേശത്തിൽ ഈദുൽ അദ്ഹ ആചരിച്ചുകൊണ്ടുള്ള ലോകത്തെ വേറെ വേറെ രാഷ്ട്രത്തിൽ നിന്നും 165 രാഷ്ട്രത്തിൽ നിന്നും ലാക്ക് കണക്കിൽ ആൾക്കാർ മക്കത്തിൽ ഹജ്ജ് കർമ്മ നിർവഹിച്ചുകൊണ്ടുള്ളത്. ഈ ഒരു സന്തോഷത്തെ സന്ദർഭത്തിൽ ലോകത്തിലെ എത്രമാ ഭാഗത്തിൽ സമത്തിൽ തിന്നുകില്ലാണ്ട് സമത്തിൽ കുടിക്കുകയില്ലാണ്ട് എപ്പോൾ ಬಾಂಬು ಬೂಲು ಎಪ್ಪೋ ಆರು ಆಕ್ರಮಿಕ್ಕುವಾರುಂಟು ಚೊಲ್ಲುಗು ಸಾಧ್ಯ ಇಲ್ಲ ಅಂಟು ಪೇಡಿ ಪಿಡಿಚದಾಯವರು
ഒരു മാഹോളിൽ ജീവിക്കുന്നതായ എത്ര ആൾമാരുള്ള അതിലെ മധ്യത്തിൽ ഞങ്ങളുടെ ഏസിയുടെ പല്ലിൽ കാർപ്പറ്റിൽ വെച്ചിട്ട് ആർക്കും ഭയമില്ലാണ്ട് ഞങ്ങൾ ഈദുൽ അദ്ഹ ആചരിക്കുന്നതായ ഒരു സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ തന്നിട്ടിരിക്കുമ്പോഴത്തേക്കും അത് വലിയ നിയമത്തായിട്ട് ഒരു ചെറിയ വിഷയമല്ല. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. ഈദുൽ അദ്ഹ എന്ന് ചൊല്ലുമ്പോഴത്തേക്കും അത് ത്യാഗ ബലിദാനത്തെ ഒരു ഈദായിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തേക്ക് പോയപ്പോൾ യഹൂദിമാർ ഒരു വർഷത്തിൽ 2 നാൾ കളിക്കരെ പിടിക്കരെ ഇങ്ങനത്തെ മനോരഞ്ജന ആക്കിക്കൊണ്ടിരുന്നാൽ. അപ്പോൾ സഹാബത്ത് വന്ന് ചൊന്നാർ, നബിയെ ഞങ്ങൾക്ക് അങ്ങനത്തെ എന്തുണ്ടാകും? അപ്പായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 1ാമത്തെ വർഷത്തിൽ മക്കത്തിൽ നിന്ന് മദീനത്തേക്ക് ഹിജ്റ പോയിട്ട് 1ാമത്തെ വർഷത്തിലായിട്ട് ഇത് 2 ഈദ് ആഘോഷം. ഒന്ന് ഈദുൽ ഫിത്തർ, ഒരു തിങ്കളത്തെ നോമ്പ് കഴിഞ്ഞിട്ട് റമദാൻ നോമ്പ് കഴിഞ്ഞിട്ട് ആഘോഷിക്കുന്നതായ ഈദുൽ ഫിത്തറും, അതേപോലെ ഹജ്ജ് നടക്കുന്നതായ സന്ദർഭത്തിൽ ദുൽഹിജ്ജ 12 നടക്കുന്നതായ ഈദുൽ അദ്ഹ അല്ലെങ്കിൽ ബലി പെരുന്നാൾ. ബലി പെരുന്നാളല്ല, ബലി പെരുന്നാൾ. ഓക്കെ, ത്യാഗത്തെ സന്ദേശം കൊടുക്കുന്നതായ ഈ പെരുന്നാൾ ആഘോഷം. ഈ ഒരു ഈദുൽ അദ്ഹ എന്ന് ചൊന്നെങ്കിൽ അത് ത്യാഗ ബലിദാനത്തെ ഒരു പെരുന്നാളായിട്ട് മുസ്ലിം ഉമ്മത്തിലെ വഗ്ഗട്ടിലെ കാട്ടുന്നതായ ഒരു പെരുന്നാളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സമ്പൂർണ്ണമായ ശരണാഗതി, ടോട്ടൽ സബ്മിഷൻ. ഇടയിലൊരു ഇംഗ്ലീഷ് വേർഡ്സ് ബണ്ടെങ്കിൽ ചൊന്നെങ്കിൽ ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളെ ഭാര്യ ഭാഷ സമത്തിയില്ല ಅದಕ್ಕಾಗಿ 2 ഇടയിൽ ഒരു തെല്ല് അങ്ങകും തെല്ല് സമ്പൂർണ്ണ അർത്ഥാവട്ടും ചൊന്നു. ടോട്ടൽ സബ്മിഷൻ ടു അള്ളാഹ്, സമ്പൂർണ്ണ ശരണാഗതി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക്. അതിലെ ഒരു പെരുന്നാളായിട്ട് നിസ്കാര കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കൊടുക്കുന്നതായ കുർബാനി ആവട്ടെ, ഞങ്ങൾ അപ്പറ ഇപ്പറ പോയിട്ട് കുടുംബ ബന്ധം ചേർക്കുന്നതായിട്ടോ ആവട്ടെ, ഇതെല്ലാം തിരിസത്തെ കാട്ടുന്നതായിട്ട് ത്യാഗത്തെ ബലിദാനത്തെ ഒരു ചിഹ്നമായിട്ട് ദീനുൽ ഇസ്ലാം ഞങ്ങൾ പഠിപ്പാറ്റിയതായിട്ട്. ഇതെല്ലാം ആക്കുമ്പോഴത്തേക്കും ഇതിലെ പെരവത്തുള്ളൂ ചരിത്രത്തിൽ സമാനമില്ലാത്ത ഒരു വ്യക്തിത്വ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കുടുംബമായിട്ട് ഇതിലെ ഹിന്നലിലുള്ളത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, 3 ഇസ്മായിൽ നബി അലൈഹിസ്സലാം, അതേപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പെഞ്ഞായി ഹാജറ റളിയല്ലാഹു അൻഹ, ഈ 3 വ്യക്തിത്വമായിട്ട് ഈ പെരുന്നാളും ഈ ഹജ്ജിലും ഈ ഹിന്നലിലുള്ളത്. അങ്ങനെ ഓർക്കുന്നതും അങ്ങനെ ചരിത്രം മനസ്സിലാക്കുന്നതും ആ ചരിത്രത്തിൻ്റെ പാഠം ഉൾക്കൊള്ളുന്നതും ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ അഗത്യായിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ ചൊല്ലുന്നത്, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹ് ഹനീഫൻ വലം യകു മിനൽ മുശ്രിക്കീൻ. ഇന്ന ഇബ്രാഹിമ, തീർച്ചയായിട്ടും ഇബ്രാഹിം, കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹ്, അല്ലാഹുവിന് സമ്പൂർണ്ണമായിട്ട് വിധേയമായ ഒരു സമുദായമായിട്ട്. ആര്? ഉമ്മത്ത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉമ്മത്തായിട്ട് ഒരു ടോട്ടൽ സമുദായം, ഒറ്റല്ല. എന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഒരു ഉമ്മത്തിൻ ചൊല്ലിട്ട് വിശേഷിപ്പിച്ചത്? തൗഹീദ് വേനായിട്ട് ഒരേ രായത്തിൽ നിന്ന് ഫൈറ്റാക്കിയതായ ആളായിട്ട്, അതും സമ്പൂർണ്ണമായിട്ട് പ്രതികൂല സന്നിവേശത്തിൽ, കംപ്ലീറ്റ് അൺഫേവറബിൾ സിറ്റുവേഷൻ ഇക്കുമ്പത്തുകു ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ബേനായിട്ട് പോരാടിയതായ ഒരാളായിട്ട് സ്വിമ്മിങ് അഗൈൻസ്റ്റ് കറണ്ട് ചൊല്ലണം. പ്രവാഹದ ಎದುರಿಗೆ ಈಜುವುದು ಅದು ಸುಲಭ ಅಲ್ಲ, ಅದು ವರ್ತ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറന്നിട്ട് ബൂളുടേതായ അകാൻ ചൊന്നെങ്കിൽ വിഗ്രഹത്തെ ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നതായ ഒരു അബ്ബരെ മോണായിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ വിഗ്രഹത്തെ വിൽക്കുകയായിട്ട് ഓർക്കോർക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അബ്ബ മാർക്കറ്റിൽ കടಕೊಂಡು ನಿಂತು. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അബ്ബരൊಟ್ಟಿಗೆ കേട്ടോണ്ട് ನಿಂತು, ಇದು ഒരു ഉപകാരവും ഒരു ഉപദ്രവവും എന്തും ഇല്ലാത്ത ഈ സാമാന്യ മനുഷ്യന്മാർ എന്തും വേനായിട്ട് എടുക്കാറെന്ന് ചൊന്നിട്ടു. അണ്ട് നബി ആയിട്ടില്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ലോജിക്ക് ഇത്
ಎಕ್ಸೆಪ್ಟ್ ಹಾಕೋದು ಸಾಧ್ಯ ಇಲ್ಲ ಅಂತ ಇಬ್ರಾಹಿಂ ನಬಿ ಅಲಿ ಇಸ್ಲಾಂ ಕೇಟೋಣ ಇಬ್ರಾಹಿಂ ನಬಿ ಅಲಿ ಇಸ್ಲಾಮಿಗೂ ರಿಸಾಲತ್ತು ಗಿಟ್ಟಿಯಪ್ಪೋ ಇಬ್ರಾಹಿಂ ನಬಿ ಅಲಿ ಇಸ್ಲಾಂ ಅವತ್ತೊಂದು ಶುರುವಾಗಿತ್ತು ತೌಹೀದ್ರೆ ಪ್ರಚಾರ ನಂಗೆ ವಾಟ್ಸಪ್ಪಿൽ റായത്തങ്ങ ഇട്ടിട്ട് തൗഹീദ് കൊടുക്കുക ഔത്തുൽ കൊണ്ട് ഔത്തുൽ മക്കക അല്ലെങ്കിൽ പെഞ്ഞായിമാർഗ അബ്ബ ഉമ്മക കുടുംബത്തങ്ങ അല്ല വഅൻദിർ അശീറതകൽ അഖ്റബീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരൊട്ടിಗೆ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നെ നിന്റെ മുറ്റത്തെ ആൽമാർ ഔത്തുരങ്ങ കുടുംബത്തങ്ങ മുറ്റത്തെങ്ങ് നീ പോയിട്ട് വിഷയത്തെ തെരിപ്പാട്ട് ഈ ഹക്ക് എന്തെന്ന് മനസ്സിലാക്കി നിക്ക് കിട്ടിയതായ ഈ സന്ദേശം അത് തെരിപ്പാട്ടുണ്ട് അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അബ്ബക്ക് തൗഹീദ് ചൊന്നപ്പോൾ അള്ളാഹു അല്ലാണ്ട് വേറെ ആരെയും ആരാധന ആക്കുക തീരല ഇബാദത്തെ എടുക്കുക തീരല ഇത് ഈ മൂർത്തിയല്ല എന്തും പ്രയോജനം ഇല്ല ഇത് കേൾക്കുന്ന സമയത്ത് ഇല്ല കാണും ഇല്ല എന്തും ഇല്ല എന്ന് ചൊന്നപ്പോൾ ആ അബ്ബ ചൊന്ന പലക്കല്ല അർജു മന്നക്ക ನಾನು ನಿಂದೆ ಅಡಿಚು ಓಡ್ಪಾಕ್ವೆ ಕಲ್ಲಡಿಕ್ವೆ ನಿಕ್ಕು ಇದು ಮುಂದುವರಿಸೋ ಗೊತ್ತಿರಲ್ಲ ಊಡ ಸ್ಟಾಪ್ ಹಾಕೋಣ ಇದು ಚೊಂದಿಟ್ಟು ಹಬ್ಬ ಅವತ್ತಿರ ಪರ್ತಿದ್ದು ಪರ್ತು ಬಂದಪ್ಪ ರಾಯತ್ತಂಗ ಕಂಪ್ಲೀಟ್ ಎಗನೆಸ್ಟ್ ಒರ್ತಮೆ ಆಯ್ತಿಕ್ರ ಉಮ್ಮತ್ತಿನ ಜೊಲ್ಲುಗಳ ಕಾರಣ ಅದಾಯ್ತಿಕ್ರು അതിൽ ഒർത്തമേ എന്നിട്ട് രായത്തെ അധികാരിമാർ അങ്ങവും അങ്ങനമേ ആയിട്ടിരിക്കാറ് ഇതിക്ക് ടോട്ടൽ അഗനസ്റ്റ് ആയിട്ടിരിക്കുക സമ്പൂർണമായ ഒരു പ്രതികൂല സന്നിവേശ പ്രതിരോധമുള്ളതായ സന്നിവേശത്തിൽ ഒർത്ത ഹക്കുവനായിട്ട് നിന്നിട്ട് പലക്ക പറയണമെന്ന് ചൊന്നെങ്കിൽ അത് വലിയ വിഷയമായിട്ടിരിക്കുന്നത് ഒന്നാമത്തെ പാഴ തൗഹീദ് ഔത്തിൽ നിന്നിട്ട് ശുരുവാക്കണം പ്രതികൂല സന്നിവേശം എന്തു ഇന്നിട്ടെങ്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഒരു കോംപ്രമൈസും ആക്കുക തീരല്ലേ ഖലീലുള്ള അള്ളാഹുവിനെ ചങ്ങായി ചൊന്നിട്ട് വിശേഷിപ്പിച്ചതായ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ ഒരു ലക്കബ് ആ ഒരു ടൈറ്റിൽക്ക് എന്തുകൊണ്ടിട്ട് ക്വാളിഫൈ ആയി ചൊന്നെങ്കിൽ ഒന്നാമത്തെ കാരണം ഇതുവേ ആയിട്ടിരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിലെ പ്രചാരം എത്ര എതിർത്തുണ്ടായിരുന്നു അവസാന രായത്തെങ്ങും രാജാവും എല്ലാവരും പോയിട്ട് ഇയാളെ തീകിടകുബനായിട്ട് ഇട്ടതായ സന്ദർഭം ನಾನು ചരിത്ര ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചൊല്ലുക പോകുന്നില്ല എങ്ങനത്തെ തീം ചൊന്നെങ്കിൽ ചരിത്രത്തിൽ പഠിക്കുന്ന പാഠം മാത്രമായിട്ട് ആ പോയിന്റ്സ് മാത്രമായിട്ട് ഞാൻ ചൊല്ലു ജീവിതത്തിൽ എടുക്കുകയുള്ളത് ആ തീ കത്തുമ്പത്തുക്ക് മേലൊരു പക്ഷി പാറി ഉണ്ടായെങ്കിൽ അത് കരിഞ്ഞിട്ട് ആ തീക്ക് ബുൾഡതായ അവസ്ഥ അങ്ങനത്തെയും അത്രയും പവർഫുൾ തീ ആ തീ കിട്ടതായ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ മുട്ട വന്നിട്ട് മലായിക്കത്ത് കേട്ടാറ് എന്തെങ്കിലും ഹെൽപ്പ് ആക്കണം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചൊല്ലിട്ടു ഹസ്ബി അല്ലാഹ് നക്ക് അല്ലാഹുമൈ വേറെ ആരെയും അഗത്യമില്ല ജീവിതത്തിലെ പല സന്ദർഭത്തിലും ഞങ്ങൾക്ക് ടെസ്റ്റ് പണ്ട് ഈമാനിന്റെ ടെസ്റ്റ് പണ്ട് പിന്നെ ഞങ്ങൾക്ക് ഫൈനാൻഷ്യൽ ടെസ്റ്റ് പണ്ട് ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ പ്രഷർ പണ്ട് ഞങ്ങൾക്ക് സമാജത്തിൽ നിൽക്കാവാത്ത ഒരു അവസ്ഥ പണ്ട് ഇപ്പൊ വന്നുകൊണ്ടുണ്ടല്ലോ NRC പോയിട്ട് ഇപ്പൊ SI ഓക്കെ ഈ പ്രഷറുള്ള ಬಂದ್ಬಿಟ್ಟು ഹസ്ബി അല്ലാഹ് അല്ലാഹു നക്ബൈ ഹസ്ബുൻ അല്ലാഹ് ഞങ്ങൾക്ക് അല്ലാഹു മൈ വനഅമൽ വകീൽ അവനായിട്ടിക്കറ ട്രസ്റ്റ് ಬೇಕು ಭರವಸೆ ಹಾಕುವು ಅವನು ಮಾತ್ರ ಮೈ ಚೊಳ್ಳದಾಯ ಆ ഒരു ഇത് അതായിട്ടിക്കറ സന്ദേശ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കൊടുത്തേ അവിടെ നിങ്ങൾ ആ സന്ദേശം വേണം യാ നാറു കുനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം കത്തിക്കരതായ ലക്ഷണമുള്ളതായ ആ ക്വാളിറ്റി ഉള്ളതായ തീഗ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്തു നിന്റെ ആ കത്തിരെ ആ ക്വാളിറ്റി ഉണ്ടല്ലേ കത്തുപാട്ടത് അതിൽ സ്റ്റോപ്പ് ആക്കോ ഇപ്പോ ബർദം വസലാമൻ അലാ ഇബ്രാഹിം നബിയുടെ മേലെ നീന് രക്ഷയും തണുപ്പും എല്ലാം ആവുന്നു സലാമത്തും ബർദും ആവുന്നു തീ അനുസരിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ച തീ ആയിട്ടിക്കല് എത്ര നാൾ തീരിട്ടെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ ടെസ്റ്റ് തീർന്നിട്ടില്ല കാന ഉമ്മത്തൻ ഖാനിതൻ നാ ചൊല്ലി എന്തിಗೆ ഉമ്മത്ത് എല്ലാ ടെസ്റ്റിലും വിജയിച്ചു എന്നിട്ട് റായബുടനായ അവസ്ഥ വന്ന് റായബുട്ടു എന്നിട്ട് സ്വന്തം ഫാമിലി ആയപ്പോൾ ആ ഫാമിലിയെ കൊണ്ടുപോയിട്ട് ഹാജർ റളിയല്ലാഹു അൻഹയും
ഇസ്മായിൽ നബി അലൈഹിസ്സലാമും മക്കത്തെ മറുഭൂമിയിൽ കൊണ്ടുപോയിട്ട് ഹറമുടെ സമീപത്തിൽ കൊണ്ടുപോയിട്ട് കാലി കല്ല് മാത്രം ഇക്കരവിടെ ഞങ്ങൾ ഗൊന്തുള്ളൂ മക്കത്തെ അവസ്ഥ. ഇപ്പല്ലേ ബിൽഡിംഗ് അല്ലായ ಅದಕ್ಕೆ മുന്നേ ഇപ്പോഴും ബണ്ടയും ഗുഡയും ആയിട്ട് ഇക്കറിക്കേ. ഒന്നുമില്ലാത്ത നിർജ്ജനമായ ഒരു പ്രദേശത്തിൽ ആളാറുമില്ലാത്ത ഒരു പ്രദേശത്തിൽ കൊണ്ടുപോയിട്ട് മുട്ട് പറഞ്ഞു ചോദിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർഡർ ആക്കിയപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിനെയും പാലനാക്കി. എന്നിട്ട് ഫലമ്മ ബലഗ സഹയ ആ മോനുണ്ടല്ലോ ആ കിടാവും തൻ്റെ ഒട്ടിಗೆ അകത്യത്തുക്ക് എന്തെങ്കിലും സ്പന്ദന ആക്കുക അല്ലെങ്കിൽ ഒട്ടിಗೆ വർക്കാക്കുന്നതായ സ്വറ എടുക്കുന്നതായ അല്ലെങ്കിൽ ഒട്ടിಗೆ അപ്പുറം ഇപ്പുറം പോകും വറവും അവിടേതായ 10-15 വയസ്സായിട്ട് കൂമൈ അങ്ങനെ മക്കൾ ഉപയോഗത്തിൽ പെട്ടിരുന്ന ടൈം ആ വയസ്സായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലേ അർക്കണം എന്ന് വന്നിട്ട് ഇസ്മായിൽ അലൈഹിസ്സലാം ഒരൊട്ടിಗೆ കേൾക്കുമ്പോൾ ചൊല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കൽപ്പിച്ചതെന്തായെങ്കിൽ നിങ്ങൾ അങ്ങനെ ആക്കോളൂ. ನಾನು ಸಬೂರ ಆಕ್ರಗಳ ಕೂಟത്തിൽ ನಾನು ಪೆಡುವೆ ಇನ್ಶಾ ಅಲ್ಲಾಹ್. നോക്കൂ 16 വയസ്സിൽ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം കണ്ടിട്ടായെങ്കിൽ ആ കിടാവ് ഏത് ടൈപ്പിലായിട്ടിക്കോ ആ ഹാജറ ബൽക്കില് ഞങ്ങൾക്ക് തന്നതായ മെസ്സേജ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോലത്തെ അബ്ബ, ഹാജറ റളിയല്ലാഹു അൻഹയെ പോലത്തെ പോലത്തെ ഒരു മോണു, മൂന്നാമത്തേത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ പോലത്തെ ഒരു മോണും ഹാജറിനെ പോലത്തെ ഒരു ഉമ്മ. ഞങ്ങളെ ഫാമിലി അതായിട്ടിക്കണം. അബ്ബമാർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അതായിട്ടിക്കണം. എന്നെങ്ങായിട്ടിക്കൊരു ഉമ്മത്ത് അല്ലാഹുവിന്റെ ഖലീലാവുടെ ഏക വ്യക്തിയെ സ്വരായിട്ടിക്കലല്ല. അതേപോലെ എല്ലാ ടെസ്റ്റിലും പാസ്സായി വന്നിട്ട് ഈ സന്ദേശമായിട്ട് ഞങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ഈദിന്റെ സന്ദർഭത്തിൽ ഞങ്ങളെ മക്ക ഞങ്ങൾ ആ ലെവലിൽ ഞങ്ങൾ വളർത്തിരാമ ശരിക്കുമ്പോഴത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം വിധി വിലക്കുണ്ട, എന്തെല്ലാം റൂൾസ് ഉണ്ട്. ഡ്രസ്സിങ്ങിലാവട്ടെ, ഹെയർ കട്ടിങ്ങിലാവട്ടെ, അല്ല ഒരു സ്വഭാവത്തിലാവട്ടെ, അല്ല നിസ്കാരത്തിൻ്റെ വിഷയത്തിലാവട്ടെ, ഞങ്ങളെ മക്ക എങ്ങനെ ഉള്ള ഞങ്ങൾ ഇന്ന് പോയിട്ട് കുർബാനി ആർക്കും വലിയ സ്പിരിറ്റിൽ പോകണ്ടല്ലേ. ഞങ്ങൾ കുർബാനി ആക്കണമായത് ഞങ്ങളെ മക്കൾക്ക് വേനായിട്ട് എല്ലാം കുർബാനി ആക്കുക റെഡി വേണം. ഇന്ന് മക്കളൊട്ടിലുണ്ടല്ലേ എന്തെങ്കിലും ചൊന്നേട്ടായെങ്കിൽ സ്കൂളിലും അപ്പന്മാർ ഉമ്മമാർ പിറ്റേന്ന് ബണ്ടാൽ വളരെ റിസ്ക് പിടിച്ച സ്വറായിട്ടിക്ക് ഈ ടീച്ചിങ് സ്വറാൻ ചൊന്ന ഇണ്ടത്തത് ആറ് ബണ്ടില്ല എവിടെമാ കൊണ്ടുവരും ആൾമാർ അങ്ങനത്തെ അവസ്ഥ ആയിട്ടില്ല. എന്ന് ചൊന്നെങ്കിൽ ഇസ്ലാമിക് എത്തിക്വേറ്റ്സ് എന്ന് ചൊല്ലത് അത് പ്രാക്ടിക്കൽ ഉണ്ട് വിചാരിക്കില്ല. 5 വക്ത് നിസ്കാരവും പൈസ എന്നോണം സകാത്ത് കൊടുക്കുന്നതും പിന്നെ ഒട്ടിങ്ങലത്തെ നോമ്പ് നോക്കുന്നതും ഹജ്ജാക്കുന്നതും മാത്രം ചൊല്ലി കുറേ കർമ്മ കുറേ മെക്കാനിക്കലായിട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ആർക്കും ആക്കാം, വലിയ വിഷയമല്ല. 5 വക്ത് നിസ്കാരത്തേക്ക് എല്ലാവർക്കും വരാം. മാത്രമാ എല്ലാവരും സ്ലീവ്ലെസ് ഡ്രസ് ഇട്ടിട്ട് മഞ്ഞത്ത് പോകുമ്പോൾ ഞങ്ങളെ മക്ക ഫുൾ സ്ലീവ് ഇട്ടിട്ട് പെൺമക്ക ഒരു നല്ല ഒരു മക്കനെ ഇട്ടിട്ട് ആ മങ്ങിയത്തേക്ക് അറ്റൻഡ് ആവേണ്ടി കണ്ടിട്ടെങ്കിൽ അവിടെ ഇട്ടിക്കൊരു ത്യാഗമുള്ളേ, അവിടെ ഇട്ടിക്കൊരു ബലിദാനമുള്ളേ, അവിടെ ഇട്ടിക്കൊരു ഞങ്ങളെ ഈ ഒരു കുർബാനി അർത്ഥമുണ്ടത്. എല്ലാ മക്കവും ഹറാമിയത്തായ കസ് കട്ടിങ് ആക്കുമ്പോഴത്തേക്കു ഞങ്ങളെ മക്ക ഇസ്ലാം ചൊന്ന പോലെ ഞങ്ങൾക്ക് അർത്ഥമുള്ളൂ. പാലക്കാട് മക്ക ಎಲ್ಲ ചില മക്കളെല്ലാം ഒരു തെല്ല് നന്റെ പോലെ കട്ടിങ് ആക്കൊണ്ടല്ല ഞാൻ ചൊല്ലി. ആ ഹറാമിയത്തായ കട്ടിങ്ങിനെ വിട്ടിട്ട് ഒരു എവറേജ് ഒരു മുസ്ലിമിനെ കട്ടിങ് ആയും കാണുമ്പോഴത്തേക്കാണ് മുസ്ലിം ഉണ്ടായെങ്കിൽ ചൊല്ലനക്കത്തെ ഒരു വേഷവിധാന ഞങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് ഉണ്ടാ ഇന്നില്ലാണ്ട് കണ്ടിട്ടെങ്കിൽ മില്ലത്ത് ഇബ്രാഹിം നാനുള്ള ചൊന്നിട്ടു ആ ഒരു വാദ മുന്നൂറ് കൊണ്ടുബണ്ടതായ ഒരു റൈറ്റ് ഞങ്ങൾക്കില്ല. ഞങ്ങളെ കുർബാനിയുടെ അകത്യമില്ല. ഇങ്ങനെ ഉണ്ടായെങ്കിൽ ലാ യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലെ നിങ്ങളെ ഇറച്ചി ആ പൈരുത ആടുന്നത് ഇറച്ചുണ്ടല്ലേ ആ ഇറച്ചാവട്ടെ
ആ ചോരാവട്ട് അത് അള്ളാഹുവിൻ്റെ എത്തില്ല എത്ര എന്തായിട്ട് തക്കുവ നിൽക്കും നിങ്ങളുടേതായ അള്ളാഹുവിൻ്റെ ഭയപ്പാട് എന്തുണ്ടാ ആ തക്കുവായിട്ട് അള്ളാഹുവിൻ്റെ എത്രയുണ്ട് അതുണ്ടാ സ്റ്റാറ്റസിൽ പേരായിട്ട് ഫോട്ടോ എടുത്തിട്ട് ആടുന്നത് ഇട്ടിട്ടുണ്ട് കണ്ടിട്ടെങ്കിൽ ഇഖ്ലാസ് ഇല്ലാത്ത അറവായിട്ടിക്കരുത് രായത്തെങ്കിലും തെരിയോന്നും ചൊന്നിട്ടു നീ വലിയ വലിയ കോഴ്സ് പാടിനിട്ടായെങ്കിൽ എന്നെങ്കിൽ ഇബ്രാഹിം നബിയുടെ മില്ലത്തിൽ നിന്നില്ല ഇനി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ പഠിക്കുക ചെമ്മം അതായിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉമ്മത്തായില്ലേ ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ലേസി ആയിട്ട് ബച്ചൽ പിടിച്ചിട്ട് ഇരിക്കണയല്ല ഞങ്ങളെ പ്രയത്നാക്കും അള്ളാഹുരൊട്ടിಗೆ ഭരവസೆ ಬೇಕು put your efforts 100% and wait for the result from Allah subhanahu wa ta'ala. That is the tawakkul of Islam. Islam tawakkul jone nadaittikku ഇവിടെ ഹാജറ റളിയല്ലാഹു അൻഹ പഠിപ്പാട്ടിയതായ ഒരു തവക്കുൽ ഉണ്ട് മക്കത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചെറിയ കിടാവു ഇസ്മായിലിനെയും ഉമ്മ ഹാജറിനെയും ഹാജറ റളിയല്ലാഹു അൻഹ വിട്ടു വന്നപ്പോൾ ഹാജറ റളിയല്ലാഹു അൻഹ കേൾക്കുന്ന ഒരു കണക്കുണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒട്ടിക്ക് ഇത് എന്ത് ഞങ്ങളെ ഇവിടെ വിട്ടു പോകേണ്ടത് തെല്ല് തന്നെയും എല്ല് ഇത്ത ഫലമായിട്ട് ഇവിടെ ആരും ഇല്ലല്ലേ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മുന്നില്ല സൈലൻറ്റ് എന്ന് വെച്ചാൽ അതൊരു ഇമാജിൻ ആക്കി വിടുക നൻ്റെ പിഞ്ഞായിനെയും നൻ്റെ ഒരു ചെറിയ കിടാവിനെയും ഏതമ ഒരു നിർജ്ജന പ്രദേശത്തിൽ വിട്ടിട്ടു പോകുവാനായിട്ട് ഒരു കൽപ്പന വന്നപ്പോൾ ഞാൻ ആക്കിടത് ആ വിട്ടു പോണ്ടതായ ഒരു സീൻ ഒരു മനസ്സിൽ കൊണ്ടുവന്ന് നോക്കുള്ള എന്തൊരു ഫീലിംഗ് ആയിട്ട് കൊണ്ടുവന്നു പല വാപ്പസ് കേൾക്കുന്നത് രണ്ടാമത്തതും ഇല്ല മൂന്നാമത്തേതായിട്ട് ഹാജറ റളിയല്ലാഹു അൻഹ കേൾക്കുന്നത് അള്ളാഹു ചൊന്നിട്ടായത് ഈശ്വരാക്കര് ഹാൻ ചൊന്നപ്പോൾ എന്നെങ്കിൽ ഹസ്ബി അള്ളാഹു ഞങ്ങൾക്ക് ഭയങ്കര എന്നിട്ട് ഈ തന്നി തീന്തി ಎಲ್ಲ ತಿಂತು കിടാവ് ഉൾപ്പെടുക ശുരുവാക്കിയിട്ട് എന്തു ഇല്ല കൊടുക്കൂ ഹാജറ റളിയല്ലാഹു അൻഹ അള്ളാഹു ചൊന്നരല്ല ഇത് വിട്ടുപോകും അള്ളാഹു മല ഇറക്കും ചൊന്നിട്ട് അവിടെ വെച്ചിട്ട് ദ്വാരന്നിട്ടില്ല അള്ളാഹുനൊട്ടിಗೆ സായത്തിക്ക് തേട്ട് അവിടെ മുണ്ടാണ്ട് വെച്ചിട്ട് ഇതല്ല സഫാ മറുവര കുന്നിൽ 7 ബട്ട ഓടിട്ട് ഇന്ന് ഹാജിമാർ ഓടിട്ട് അതുക്കായിട്ട് സഫറയും മറുവര ഇടയിൽ ഹാജറ റളിയല്ലാഹു അൻഹ അണ്ട് ഓടിയതായ ഓട്ടം ഉണ്ടല്ലേ അതായിട്ട് എഫേർട്സും ചൊല്ലത് ഞങ്ങൾ ജീവിതത്തിൽ ഉണ്ടാണ്ട് വെച്ചിട്ട് അള്ളാഹു ഞങ്ങൾക്ക് തരും ചൊന്നിട്ട് പള്ളിയിൽ 24 hours ദയിക്കുക അല്ല ചൊന്നത് ഇസ്ലാം ചൊന്നത് നിന്റെ പ്രയത്ന സമ്പൂർണ്ണ നീ ഇട്ടിട്ട് ನೀನು ಅಲ್ಲಾಹರೊಟ್ಟಿಗೆ ನಿಕ್ಕ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆല ತಂದಾണ് ನನ್ನ ഇസ്ലാം മുസ്ലിം ഉമ്മത്ത് ചൊല്ലുന്നുണ്ടല്ലേ ഒരു ബച്ചൽ പിടിച്ചതായ ഉമ്മത്തായിട്ടില്ലേ ആ സഹിയുണ്ടല്ലേ ഹാജറ റളിയല്ലാഹു അൻഹ വെച്ചാൽ ഇന്നത്തെ ഗുഡ് അല്ലത് ಏನೂರು ಗುಡ್ಡೆ ಬೇണമെങ്കിൽ ನಾನು ಚರಿತ್ರೆ ಚೊಲ್ಲೆ ಅದು ಚೊಲ್ಲೋ ಉದ್ದೇಶದಲ್ಲ ಬಂದದ್ದು ಇದು ಎಂದು വെച്ചെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗാർ ഹിറൽ ദിച്ചപ്പോ ഖദീജ റളിയല്ലാഹു അൻഹ ഫുഡ് എടുത്തോണ്ട് പോയി നിന്നിട്ട് ചൊല്ലാറ് അല്ലേ ഫുഡ് എടുത്തോണ്ട് പോയി നിന്നിട്ട് അവിടെ നിന്നു അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കണം ഇന്നും മക്കത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ ഗുഡ്ഡ പത്തവ് ഞങ്ങൾക്ക് തീരില്ല അപ്പോൾ അണ്ടത്തെ സഹാബി വനിതന്മാർ എത്ര ഒരു ഇതുപോലെ ഞങ്ങൾ ഔത്തുള്ളൂ പിന്നെ മക്കളൊട്ടിಗೆ ഒരു ചെറിയ സ്വരം ചൊല്ലുന്ന സമയത്ത് ബച്ചലായിട്ട് പിന്നാക്കര് ഇപ്പല്ല പിന്നെ അത് ഡിലേ നേരെ പോട്ടു പിന്നെ ആക്കുകയില്ല ഈ മുസ്ലിം ഉമ്മത്ത് ഇത്രയും ഒരു സോമാരിത്തനായ സബബിലായിട്ട് ഇണ്ട് ഒരു കാരണം ഞാൻ ചൊല്ലി എല്ലാ കൗമും ഞങ്ങളെ മേലെ ഇതാക്കുന്നത് ഞങ്ങൾക്ക് ഡിസിപ്ലിൻ ഇല്ല ഈ ഇസ്ലാമിൽ ചൊല്ലത് പഠിപ്പാറ്റിയതായ ഡിസിപ്ലിൻ ഉണ്ടല്ലേ ഞങ്ങളെ ജീവിതത്തിൽ ഇല്ലാണ്ട് കണ്ടേണ്ട ടൈം ഉണ്ടല്ലേ എല്ലാ വിഷയത്തിലും വിശ്വാസത്തെ പിടിച്ചിട്ട് സ്വബൈര എനിക്കിനെ പിടിച്ചിട്ട് ജാവ് കിടക്കര കൊടുത്തോളാം ഞങ്ങൾ തഹജ്ജുദ് കേൾക്കണം സുബൈക്ക് 4-4:30 ಗಂಟೆಗೆ 4:15 എഞ്ചിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഞങ്ങൾ ഫജ്ർ നിസ്കാരത്തിന് പള്ളിക്ക് പോയിട്ട് ഞങ്ങൾ വന്നിട്ട് ആ അതുക്കാരെല്ലാം തീർത്തിട്ട് എല്ലാം അതുക്കാർ ആക്കുമ്പോഴത്തേക്ക് ഒരു 30 minutes നടന്നിട്ട് വാക്കിംഗ് ആക്കിയിട്ട് അതിൽ പിന്നെ ഔത്തർ വന്നിട്ട് നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് അതിൽ പിന്നെ അവನು ಜನರക്കാത്ത് എന്ത് ദുഹാ നിസ്കരിച്ചിട്ട് അവನು ഒരു സ്വർഗത്തിൽ പത്തായിട്ട് കണ്ടെങ്കിൽ അവനിക്ക് എത്ര ബർക്കത്തായിട്ട് അത് ഇല്ലാത്തതുകൊണ്ട് അവസ്ഥ എന്ത് ഞങ്ങൾക്ക് ഇസ്ലാം പഠിപ്പിച്ച ആ ഡിസിപ്ലിൻ ഉണ്ടല്ലോ ആ ഡിസിപ്ലിൻ ഞങ്ങളെ മൊത്തം ഇല്ല
இந்த ஈதில் சந்தர்ப்பத்தில் நான் சொல்ல உத்தேசிக்கிறது, நாங்கள் என்னாயும் அதுக்கு வணங்கணும். எதுங்க என்னாயும் அதுக்கு வணங்கணும் இல்லைன்ட்டாங்க அவங்க. ഇന്നത്തെ മുസ്ലിം സമുദായത്തെ അവസ്ഥ ഞങ്ങൾ രാജ്യത്തിൽ ನೀವು ಉಂಟುಂಟು. ഞങ്ങൾ ഗോവുരെ എന്താക്കിയ ഇപ്പം നാഷണൽ അനിമൽ ആയിട്ട് ನೀವು ಅಕ್ಸೆಪ್ಟ್ ಹಾಕೋರು ಚೊಂದಿಟ್ಟು ഞങ്ങൾ ഗവൺമെൻറ്റിനൊട്ടിಗೆ ರಿಕ್ವೆಸ್ಟ್ ಹಾಕಿರೋ ಪರಿಸ್ಥಿತಿಗೆ ഞങ്ങൾ ಬಂದೆತ್ತಿರುವುದಲ್ಲಿ ഞങ്ങളെ മജ്ബൂറായിട്ട് ഞങ്ങൾ ಇಂದು ಬೆಲೆ ಬೆಲೆ ಬಾಡಿ ಉಂಡ ഞങ്ങൾ ഇങ്ങനെ ಹಾಕೋರು ഞങ്ങൾ ಹಾಕಿ ಬೆಲೆ ವಿಷಯ ഉണ്ട്. ಓಕೆ ಬೆಲೆ ವಿಷയമേ മുസ്ലിം ഉമ്മത്തിലെ യൂണിറ്റിനെ കാട്ടിയത് നല്ല വിഷയം. ഞങ്ങൾ ഒగ్గട്ടിനെ കാട്ടുള്ളൂ മാത്രമല്ല ഞങ്ങളെ മജ്ബൂറായിട്ട് ദീൻ അനുസരിച്ചിട്ട് നടക്കുക സാധ്യമില്ലാത്തതായ ഒരു പരിസ്ഥിതി. ഞങ്ങളെ മക്കൾക്ക് പെൺമക്കൾക്ക് ഹിജാബ് അനുവദനീയമാക്കിയപ്പോൾ മുഞ്ഞാണ്ട് എല്ലാവരും എന്തോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ടിരിക്കുന്നത്. ഇത് അത് ഞങ്ങളുടെ ഹക്കായിട്ടിരിക്കുന്നത്. അവನು ഞങ്ങൾ കെഞ്ചിട്ട് കേട്ടിട്ട് എടുക്കണ ഒന്നല്ലത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഞാൻ സാധാരണ ചൊല്ലതായിട്ടിരിക്കുന്നത് ഒരു ഇൻസ്പിറേഷൻ വേണമായിട്ട്. പത്തിരോ കൺട്രി ഇസ്ലാമിന്റെ അണ്ടറിൽ വന്നിട്ട് അണ്ടത്തെ പർഷ്യവും റോമൻ എംപയറും എല്ലാം അതിലെല്ലാം തകർത്തിട്ട് ഒരു റൂളുണ്ടല്ലേ, അധികാരം ചൊല്ലുന്നത് 10-20 കൺട്രീസിന്റെ മേൽ ഒരു ഇസ്ലാമിലെ ഒരു ഖിലാഫത്ത് ഇന്നും ചൊന്നിട്ടായെങ്കിൽ അബ്ബാസിയ ഖിലാഫത്തിലെ കാലഘട്ടത്തിൽ സുവർണ യുഗമായിട്ടിരിക്കുന്നത് അതല്ല ഇസ്ലാമിന്. എന്തുകൊണ്ടിട്ടായിട്ടിരിക്കുന്നു? ഒന്നാമത്തത് ഈമാൻ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒരു ഈമാൻ ഞങ്ങളെ വിട്ട ഉണ്ടാകും. ಬಹುಸಂಖ್ಯಾ ಆಯಬರ್ತಿಗೆ ವಿನ್ನಾಗು ಬೋಂಡ್ಲ ಅಲ್ಪಸಂಖ್ಯಾತಮಾರು ವಿನ್ನಾಯದಾಗಿ ಚರಿತ್ರೆ ಐಟಿಗಳು ಇಸ್ಲಾಮಿಗೆ ಚೊಲ್ಲುವುಳ್ಳೆ ಅಂಡುം ಇಂಡು ಮಾತ್ರ ഈമാനും ആ ധൈര്യവും ആ ഡിസിപ്ലിനും ഇതിന് മാത്രമായിട്ട് ഇന്ന് ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു കൗമായിട്ടിരിക്കുന്നത് ചൊല്ലുമ്പോൾ ശരിയാവും. ഇസ്ലാം പഠിപ്പാറ്റിലെ അത്തഹൂർ ശത്രുൽ ഈമാൻ, ഈമാന്റെ ഒരു ഭാഗമായിട്ട് ശുദ്ധിയും ചൊല്ലത്. പിന്നെ തെരുവിലുള്ളതായ എന്തെങ്കിലും കാട്ട അത് ഇത് എല്ലാം എടുത്ത് നീക്കരുത് ഈമാന്റെ ഭാഗമായിട്ട് പഠിപ്പാറ്റിയ ദീനുൽ ഇസ്ലാം ഇണ്ട് മുസ്ലിം സമുദായത്തിൽ ഇത് സീരിയസ് വിഷയമായിട്ടിരിക്കരുത്. ഞങ്ങളെ ഉൾക്ക് ചർച്ചാക്കണത് ഇത് ഖുതുബത്തിൽ ചൊല്ലണായി, ഇത് ആലിമീങ്ങ എടുത്തു ചൊല്ലുന്ന സമുദായത്തിൽ ഇന്ന് ചൊല്ലലാറും ഔത്തുരെ കാട്ടത്ത് സ്കൂട്ടറിലേക്ക് ആ എതിരിൽ വെച്ചിട്ട് ഹൈവേ സൈഡിൽ ആ കാലിൽ ഇട്ടിട്ട് കീഴിൽ വിട്ടിട്ട് പോണ്ടല്ലേ ഞങ്ങളെ മുട്ട എവിടെയുണ്ട് ഈമാൻ? 5 വക്ത് നിസ്കാരത്തിന് വേണ്ടതാ ഈമാൻ, താടി വയ്ക്കുന്നത് ഈമാൻ. അത് മാത്രമല്ല ഇതും ഈമാനിൽ പെട്ടതായിട്ട് സഹോദരന്മാർ. നാളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കോർട്ടിലും നിൽക്കുമ്പോൾ കൊണ്ടല്ലേ ഇതിന്റെ വിഷയത്തിൽ ഞങ്ങളെ മുട്ട കേൾക്കൂ. മനുഷ്യന്മാർക്ക് ഉപദ്രാക്കിയ നീ ഉണ്ടല്ലേ. ആ ഇസ്ലാമിന് ആ എന്ത ഒരു എസൻസ് ഉണ്ടാ അതിലുണ്ട്. പഠിപ്പാട്ടിന് കൊടുത്തിട്ടില്ല. എന്തിനമ്മ ഒരു കുറെ കർമ്മത്തിന് മാത്രം സീമിതമാക്കി വെച്ചാറ് ഞങ്ങളെ ആലിമീങ്ങ ആയത് കൊണ്ടായിട്ട് ഉണ്ട്. നക്ക് വേറെ പല്ലി, പിന്നൊരുത്തക്ക് വേറെ പല്ലി, വേറെ വേറെ മോത്തുക്ക് പോണ അവസ്ഥ ഇല്ലാണ്ട ഈ തുമ്പത്തിൽ ഒരു ഈദ്ഗ ആക്കിയിട്ട് എല്ലാവരും ഞങ്ങൾ ഒരേ ഈദ്ഗത്തിൽ നിൽക്കാത്ത ദീന്റെ കാണ വലിയ സമ്പ്രദായ ആയിട്ടൂടെ ഞങ്ങളുടെ അബ്ബവും അബ്ബരെ അബ്ബവും എല്ലാം നടന്നു ಬಂದದ್ದು ഇങ്ങനായിട്ടിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഇതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇതായിട്ട് ചൊന്നരെ സമ്പ്രദായത്തിന് എതിരായിട്ടിരിക്കുന്നു ചൊന്നിട്ടു അങ്ങ് വിട്ടുവിട്ടാറ്. ഇതിനെ അക്സെപ്റ്റ് ആക്കുക റെഡിയില്ല. അപ്പായിട്ടിരിക്കുന്നത് ഞങ്ങളെല്ലാം ഡിവൈഡായി. മുസ്ലിം ഉമ്മത്ത് ഈ ഈദിന്റെ സന്ദർഭത്തിൽ യുണൈറ്റഡ് ഒരു ഒഗ്ഗട്ടായിട്ട് നിൽക്കണായ സന്ദേശമായിട്ട് ഇവിടെ തന്നുകൊണ്ടുള്ളത് ഉമ്മത്തിൽ ചൊല്ലി അതായിട്ടിരിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒറ്റക്കെട്ടായിട്ട് ഇന്നും ഒരു സത്യവിശ്വാസി അവന് തൗഹീദിൽ ഇന്നിട്ടായി അവനൊരു ഉമ്മത്തായിട്ടിരിക്കണം. ഇന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാം മാത്രമല്ല നാനും നിങ്ങളും 100% തൗഹീദിൽ വരച്ച് തിന്നിട്ടായെങ്കിൽ സുന്നത്തിലെ ജീവിതത്തിൽ കൊണ്ടു നടന്നിട്ടായെങ്കിൽ നാനും നിങ്ങളും ഓരോരു ഉമ്മത്തായിട്ടിരിക്കണം, ഓരോരു സമുദായമായിട്ടിരിക്കണം. ചില്ലറ വിഷയം തന്നെ ഞങ്ങൾക്ക് ഉണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോലത്തെ അബ്ബാവാണ് ഞങ്ങളെ ഉമ്മമാർ. ഹാജറ റളിയല്ലാഹു അൻഹയെ പോലത്തെ ഉമ്മമാരാവണം ഞങ്ങളെ മക്ക. അബ്ബ ഇബ്രാഹിം ആയെങ്കിൽ ഉമ്മ ഹാജറ ആയിട്ടെങ്കിൽ മക്ക ഇസ്മായിൽ ആവുന്നതിൽ ഒരു സംശയമില്ല. സമ്പൂർണ്ണ ജവാബ്ദാരി അബ്ബമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ ചൊല്ലു കുല്ലു യൂലദ്
കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ ജനിച്ചു വീണ്ടതായ കിടാവുണ്ടല്ലേ ഫിത്രത്തിൽ ശുദ്ധിയായ പ്രകൃതിയിലായിട്ട് മാത്രം ആര് അബവാഹു അപ്പോ ഉമ്മോ ആയിട്ട് യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. യഹൂദിയാക്കരുതും ക്രിസ്ത്യാനിയാക്കരുതും മജൂസിയാക്കരുതും നല്ലവണ്ടാക്കരുതും ಬೆಳಕಾಕരുതും അപ്പവുമായിട്ടിരിക്കണം. നാനും നിങ്ങളുമായിട്ടിരിക്കണം. നാളെ അവിടെ കട്ടകട്ടയിൽ നിൽക്കേ, അവിടെ ആരോപി സ്ഥാനത്തിൽ നാനും നിങ്ങളുമായിട്ടിരിക്കുക. ജാഗ്രത. പെരുന്നാൾ ഈ പെരുന്നാളും ചൊല്ലുന്നുണ്ടല്ലേ വേസ്റ്റാക്കുള്ളതല്ലേ. കുറേ ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് അസറാമ്പത്തുക്ക് വലിച്ചിട്ട് പൊട്ടകേരുത് അങ്ങനത്തെ അതാവുക തീരല്ല, വേസ്റ്റ് ആവും. ഇന്നൽ മുബദ്ദിലീന ഖാനു ഇഖ്വാന ശയാത്തീൻ. വേസ്റ്റ് ആക്കലങ്ങളുള്ളല്ലേ അങ്ങ് ശൈത്താന്മാരെ ബ്രദേഴ്സിൻ്റെ ആയിട്ട് ചൊന്നില്ല. ഏത് വിഷയത്തിലും ടൈം വേസ്റ്റ് ആക്കുക തീരല്ല, അവനും വേസ്റ്റ് ആക്കണമേ. കാലി ഫുഡ് മാത്രമല്ലേ, സോഷ്യൽ മീഡിയത്തിലും അത് ഫോൺ വേണ്ടല്ല, ഫോണില്ലാണ്ടാവില്ല. എൻ്റെ മുട്ട ഇപ്പോൾ ആക്കുമ്പോഴത്തേക്കും ഫോണേ ആയിട്ടിരിക്കും. നല്ലതിൽ യൂസ് ആക്കി ഇതിലേക്കാണ് വലിയ ഞാമത്തില്ല ദുനിയാവ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നത്. ഏറ്റവും നല്ല ഒരു ഞാമത്തായിട്ട് ഈ ഫോൺ ചൊല്ലും മാത്രമാ യൂസ് ആക്കുമ്പോഴാക്കിയാണ്. ഏറ്റവും വലിയ ഫിത്രമായിട്ട് ഇത് സോഷ്യൽ മീഡിയത്തിലും അതിലും ഇതിലും ടൈം വേസ്റ്റ് ആക്കുന്നുള്ളതല്ല പെരുന്നാളും ഒരു മുസ്ലിമിൻ്റെ ജീവിതവും. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കിടക്കിലേക്ക് മുന്നോട്ടുണ്ടല്ലേ, ഇതിനെ നോക്കാണ്ട് കിടക്കുക ആർവമില്ല. എന്തൊരു മെസ്സേജ് വന്നിരുന്നു എന്തോ ആവല്ല നോക്കില്ല ടൈം ഒരു ഒൻപത് പിന്നെ ഇതിനൊന്ന് എന്ത് സൈലൻ്റ് ആക്കി സൈഡിൽ വെച്ചിട്ട് ഞങ്ങൾ തെല്ല ಬೇಗ എണിച്ചിട്ട് സുബഹിക്ക് 4 ಗಂಟೆಗೆ എണിച്ചിട്ട് ನನ್ನ റുട്ടീൻ ഇതായിട്ടിരിക്കണം ചൊന്നിട്ടു ഒരു റെസിസ്റ്റൻസ് കല്ലടിക്കുമ്പോൾ പോകണ്ട. ഇണ്ടത്തെ ആയിട്ട് പോകണമെന്നായിട്ടിരിക്കുന്നത് സൗദി അറേബ്യയിലല്ലേ മക്കത്തിൽ. ഇന്നലെ കല്ലടിച്ചാൽ ഹാജിമാർ ഒരു പില്ലർ ഇണ്ട് 3 അടിக்கிறாரு, 3 പില്ലർ അടിக்கிறாரு. 13 ഹാജിമാർ അവിടെ ഇന്ന ഉണ്ടായെങ്കിൽ പിന്നെ 3 അടിக்கிறாரு. ഒരാൾമാർ 12 പോകണ്ടാറ്. അത് അലൗഡ് ആയിട്ട് ഈ അടിക്കുമ്പോഴത്തേക്കും കുറേ ആൾമാരുണ്ടല്ലേ ചെറുപ്പെടുത്തിട്ടായിട്ട് അടിക്കല്. ഹജ്ജിലെ സന്ദർഭമായിട്ട് ആയതുകൊണ്ട് ചൊല്ലേ കല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്ന ചെറിയ കല്ല് മുസ്ദലിഫിൽ നിന്ന് പരച്ചുകൊണ്ട് ഒരു 7 കല്ല് എന്നിട്ട് 7 പോലെ അടിക്കോറും ചൊന്നിട്ടായിട്ട് ഊണ് വിചാരിക്കുന്ന ഈ പില്ലറിലായിട്ട് ശൈത്താനുള്ള ചൊന്നിട്ട് കല്ലിന് ഒട്ടിയ കാലിനെ ചെരുപ്പം അടിക്കുന്ന ഉള്ളത് മാത്രമാ ശൈത്താനുകൊണ്ട് കൽബിലായിട്ട് ഇരിക്കേ. ഓൻ്റെ കൽബിലുള്ളതായ ശൈത്താനിയത്ത് അവന് വലിച്ചിട്ട് എറിഞ്ഞില്ലെങ്കിൽ അതൊക്കെ കല്ലടിച്ചില്ലാണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കല്ലടി ഉണ്ടല്ലോ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ ചൊല്ലുന്ന കല്ലടി ഉണ്ടല്ലോ ഒരു പ്രയോജനവുമില്ല സഹോദരന്മാർ. അർസ, നഞ്ചി, ചതി, ഷിർക്ക്, ബിദ്അത്ത്, പിന്നർത്ഥരൊട്ടിക്കുള്ളതായ ശത്രുത്വ ഇതെല്ലാത്തിനും വലിച്ചേരും എന്നെങ്കിൽ മാത്രം ആ കല്ലടിക്കത്. അവിടെ കല്ലടിച്ചിട്ട് വന്നിട്ട് ഇവിടെ പാടെ വാപ്പസ് അതേ ജീവിതം ഉണ്ടായെങ്കിൽ അല്ലെങ്കിൽ ആ കല്ലടിക്കുന്നതിനെ നോക്കിയിട്ട് ഞങ്ങളുടെ ടി വിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹജ്ജിലെ ഓരോ കർമ്മം ഹജ്ജെന്ന് ചൊന്നെങ്കിൽ മക്കത്തേക്ക് പോയിട്ട് പണ്ട് മക്കത്തും മദീനത്തും പോയി പണ്ട് ഒരു പിലിഗ്രിമേജ് ട്രിപ്പ് മാത്രമല്ല, അതിലേക്കാണ് അപ്പുറത്ത് എത്ര സന്ദേശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്തേ മക്ബൂലായ ഹജ്ജ് ചെയ്തിട്ട് കൊടുത്ത വന്നിട്ടെങ്കിൽ അവൻ ഏതുപോലെ ചൊന്നെങ്കിൽ ഇണ്ട് പെത്ത കിടാവുരെ പോലെ ഉണ്ട്. ഇണ്ടൊരു കിടാവുരെ ഒരു ഉമ്മ പെത്തത് മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ ഹിന്ദു ആവട്ടെ ക്രിസ്ത്യൻ ആവട്ടെ ആ കിടാവ് മരിച്ചുണ്ടായെങ്കിൽ അണ്ട് സ്വർഗത്ത് കയറ്റിക്കുന്നു. അതുപോലെ ഇണ്ട് പെത്ത ഒരു കിടാവിനെ പോലെ ആയിട്ട് അവന് മണങ്ങി പണ്ടേ ഹജ്ജില് എന്ത് ട്രാൻസ്ഫോർമേഷൻ ഒരു ബദലാവണ ഇല്ലാത്ത ഒരു കർമ്മവും പ്രയോജനമില്ല. ബദലാവണയായിട്ട് അഗത്യം. ഞങ്ങൾ ഈദുൽ അദ്ഹാൻ ചൊല്ലതായി ഇണ്ടത്തെ ഈ ഒരു ഇതുണ്ടല്ലേ എന്താ ഹബ്ബ ഈദ്, ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ബദലാവണ കൊണ്ടുവരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ആ കുടുംബവും ആ ചരിത്രം ഞങ്ങളുടെ മനസ്സിൽ വേണം. ഞങ്ങളുടെ കുർബാന എന്ത് കുർബാനയാകും ഞങ്ങളുടെ ഇത് ആ ഈഗോ ഉണ്ടല്ലേ ആ ഇത് അതെല്ലാം ഞങ്ങൾ വിട്ടുകൊടുന്നു. പിൻസത്തെ സഹോദരന്മാർ ദുനിയാവുള്ള നാനാഭാഗത്തിൽ മുസ്ലിം ഉമ്മത്ത് വല്ലാത്ത നൊമ്പരത്തിലായിട്ട് എപ്പോൾ യുദ്ധ പണ്ട് ചൊല്ലൊക്കെ സാധ്യമില്ലാത്ത ഒരു അവസ്ഥയിലായിട്ട് കുറേ മോത്തിൽ
ഞങ്ങളെ മുസ്ലിംസിലെ വംശഹത്യ ഇവിടെ ഇക്കൊക്കെ തീരല്ല ഞാൻ ചൊന്നിട്ടു. പലസ്തീനിൽ നടക്കുന്ന പ്രതിദിനം നടക്കുന്നതായ ആ 5ഉം 10ഉം ഇത് കൊല ഉണ്ടല്ലേ, പേപ്പറിന്റെ ഉൾഗത്തെ സൈഡിൽ ഒരു ചെറിയ ടൈറ്റിലായിട്ട് അമേരിക്കത്തിൽ ആരം കൊടുത്ത വൈറ്റ് ഹൗസിലെ 10 മിനിറ്റ് ഒരു മക്കളെ ടോയ്സ് പിടിച്ചിരിക്കാനൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഫ്രണ്ട് പേജിലായിട്ട് ഇസ്ലാമോഫോബിയ മുസ്ലിം എന്തായിട്ടും അത് ഹെഡ്ലൈൻസിൽ വന്നില്ല. മുസ്ലിം എന്തെങ്കിലും ഒരു ചെറിയ ഭിക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫ്രണ്ട് ഇതിലായിട്ട് ഞങ്ങൾ എല്ലാ വിഷയത്തിലും ഞങ്ങൾ ഉണ്ടല്ലേ, ഞങ്ങൾ ഒగ్గട്ടായിട്ട് നിൽക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ചൊല്ലതായ കലിമത്തു തൗഹീദ് ഈ സമുദായത്തിൽ ഞങ്ങൾ പ്രചാരാക്കിയിട്ട് അതൊക്കെ ആൾമാരെ വെച്ചിട്ട് അതിന് അടിയിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. വേറെ ഒരു സൊല്യൂഷനും ഇരിക്കില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി പ്രചാരാക്കത്തെ സബബായിട്ട് ഇതെല്ലാം നടന്നില്ല. അപ്പം ഇതിലെ സന്ദേശം ചൊല്ലത് ഞങ്ങളെല്ലാം ഒగ్గട്ടായിട്ട് നിന്നിട്ട് ഈമാൻ ഒന്നാമത്തതായിട്ട് വേണം. എല്ലാവരൊക്കെ നല്ല നിലയ്ക്ക് ഞങ്ങൾ വർത്തിക്കണം. പിന്നെ ഒരു വിഷയം ചൊല്ലുള്ളത് ഇതിലെ സന്ദർഭത്തിൽ ഞങ്ങളെ ഉമ്മമാർക്ക് പ്രത്യേകിച്ചിട്ട് നിങ്ങളായിട്ട് കിറാറ് ഞങ്ങളെ നെക്സ്റ്റ് ജനറേഷൻ മുന്തിന ജനാംഗ മക്കളെ ബൽത്തിരങ്ങ നിങ്ങൾ എങ്ങനെയാണ് ഷേഫാക്കുന്നത് ആ ഷേപ്പിലായിട്ട് മുന്നോട്ട് പോകേണ്ടത് ആയതുകൊണ്ടിട്ട് മക്കളെ ദീനിയായിട്ട് തർബിയത്ത് ആക്കുള്ളതായ എല്ലാ പ്രയത്നവും ഞങ്ങളെ ഇതിൽ ഉണ്ടാവണം. ഉമ്മമാരായിട്ട് മെയിനായിട്ട് അബ്ബന്മാർ പുറത്തായിട്ട് വിളിക്കുക ഞാനായിട്ട് നിങ്ങ റോൾ മോഡൽ അല്ലാണ്ട് കണ്ടിട്ടെങ്കിൽ നിങ്ങ ഒരു മാതിരി അങ്ങനെ അല്ലാണ്ടെങ്കിൽ അങ്ങ് കേട്ടതല്ല ആക്കരെ കണ്ടതായിട്ട് ആക്കരെ മക്ക. ഒരു ഉസ്താദ് ഒരു ടീച്ചർ ഒരു മാസ്റ്റർ അവന് എന്ത് ആക്കട ക്ലാസ് റൂമുള്ളൂ അവൻ്റെ എങ്ങനെ ഉണ്ടോ അവൻ്റെ ആ തർബിയത്തിന് ശൈലി അവനെന്ത് ആക്കട അത് കണ്ടിട്ടായിട്ട് മക്ക പഠിക്കരേ. ഉസ്താദ് ജമാഅത്ത് വന്നില്ലാണ്ടെങ്കിൽ ഞങ്ങൾക്ക് മാത്രം എന്ത് ജമാഅത്ത് അവത്തുള്ളൂ. ഉമ്മ നിസ്കരിക്കില്ല എണ്ടെങ്കിൽ മക്ക നിസ്കരിക്കില്ല. ഉമ്മ പിടിച്ച് മഗ്‌രിബ് നിസ്കരിച്ചിട്ടായാലും പിന്നെ ഫോൺ പിടിച്ചിട്ട് വാട്സപ്പ് നോക്കണെണ്ടെങ്കിൽ മക്കയോട്ട് ഓതില്ലേ. ഇപ്പൊ അവത്തുള്ള എല്ലാവരും ഒന്നൊന്ന് കൊടുത്തു ഈ സാമാനം. അപ്പോൾ അതിന് തെല്ല് അഗത്യത്തിന് മാത്രം യൂസ് ആക്കിയിട്ട് ബാക്കി സന്ദർഭത്തിൽ ടൈം വേസ്റ്റ് ആക്കണ്ട് മക്കളെ പെരവത്തുള്ള ഞങ്ങൾ നിൽക്കൊണ്ടായ ഒരു കാലഘട്ടമായിട്ട് ചെമ്മ ഫിത്ര വന്നു ജാഗ്രത ആക്കുന്നു. രണ്ടാമത്തേത് നമുക്ക് ചൊല്ലുകൊള്ളത് പെണ്ണിങ്ങാല മുട്ട പെണ്ണിങ്ങായിട്ടിക്കാറ് യാരെ സംഖ്യയിൽ ഇവിടെ ജഹന്നമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു ബേജാറോട് ചൊല്ലുമ്പോൾ നിങ്ങൾ ആണിങ്ങൾക്ക് ഒരു സന്തോഷത്തിൽ ചൊല്ലല്ലേ എൻ്റെ പെങ്ങന്മാരും എൻ്റെ ഉമ്മവും എൻ്റെ മക്കളും എല്ലാവരും പെണ്ണിങ്ങായിട്ടിക്കാറ് യാരെ സംഖ്യ എന്തിന്റെ കാരണം ഒന്നും നാവായിട്ടിക്കും. രണ്ടാമത്തേത് സ്വന്ത ആണികളൊട്ടിಗೆ മാപ്പിളമാരൊട്ടിക്കുള്ള പെരുമാറ്റം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5 വക്ത് നിസ്കരിച്ചിട്ട് നോമ്പ് നോക്കിയിട്ട് മാപ്പിള ഫോളോ അവൾ എതിരെ വിധേയമായിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവൾ സ്വർഗത്തിലുണ്ട്. സക്കാത്തിനെയും വിട്ടു ഹജ്ജിനെയും വിട്ടു അവൾക്കില്ല. അവരെ വിട്ട് സ്വത്തിനെ മാത്രമായിട്ട് അതല്ല സ്വന്ത സ്വത്തിനെ. അപ്പോൾ ജാഗ്രത ആയിക്കോളും. പിന്നെ ഫാഷൻ ട്രെൻഡ് അതിൻ്റെ പിറവത്തിൽ പോയിട്ട് ആ തലയ്ക്ക് വലിയൊരു ഒൻറ്റര ഡുബ പോലെ ചൊല്ലിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന ആ മുടിയുടെ ഷേപ്പ് തലയുടെ മേൽ ആക്കിയിട്ട് നടക്കുന്നതായ പെണ്ണുങ്ങൾക്ക് സ്വർഗത്തെ മണപൂർവ്വം കിട്ടില്ല എന്നിട്ട് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നൊരു ജാഗ്രതയ്ക്കുള്ളൂ. ട്രെൻഡിൻ്റെ പിറവത്തിൽ ഫാഷൻ്റെ പിറവത്തിൽ പോകുമ്പോഴത്തേക്കും ഇസ്ലാമിലെ ആ ചൗക്കട്ടിലെ പുറത്ത് പോയിട്ടെങ്കിൽ നാളെ സ്വർഗത്തിലെ പുറത്തായിട്ടിക്ക് നരകത്തിലെ ഉൾഗായിട്ടിക്ക് ജാഗ്രതയ്ക്കുള്ളൂ. ഇനി ചൊല്ലുകൊണ്ടത് ഞാൻ അവസാനിപ്പിക്കരുത് 2 മിനിറ്റ്. ഈ ഒരു സന്ദർഭം ചൊല്ലത് ഒരു അവകാശമായിട്ടിക്കരുത്. എന്തെങ്കിലും കുറേ വർഷമായിട്ട് കുറേ ആത്മാനം മുട്ട ഞങ്ങൾ പലക്ക വരാനുണ്ട്. കുറേ തിങ്കൾ കണ്ടിലായിട്ട് എന്തോ ഒന്ന് പലക്ക അപ്പറയിപ്പറായിട്ട് ചെറിയത് നൻ്റെതേ തപ്പു അല്ലെങ്കിൽ അവൻ്റെ തപ്പും ചൊന്നിട്ട് ഞങ്ങൾ വിചാരിച്ചില്ല. അങ്ങനെ ഞങ്ങൾ എന്ത് തപ്പാക്കില്ല ഞങ്ങളുടെ തപ്പുണ്ട്. അത് 10 മിനിറ്റ് ഇങ്ങനെ ഒരു ബേർഡ്സ് വ്യൂ ചൊല്ല ಅಂದರೆ പക്ഷി നോട്ടാണ്ട് ആ നോട്ട നോക്കി ആയിട്ടിക്ക് കറക്റ്റ് കാണണ്ടേ ഞങ്ങൾക്ക് ആരത് തപ്പു നൻ്റെതും ആയിട്ടിക്കു തപ്പു അല്ലെങ്കിൽ അയാളുടെ ആയിട്ടിക്കുമായി. ഈ ഒരു സന്ദർഭത്തിൽ അങ്ങനെ മുട്ട അങ്ങനത്തെ ആൾമാർ ഇല്ലെങ്കിൽ പോയിട്ട് ഇതിൻ്റെ കുടുംബ ബന്ധ ചേർക്കോളും ചൊല്ലേ മുട്ടെതിരെ ചേർക്കോളുണ്ട്.
ചേർത്തുള്ളതിൽ ചേർക്കൊണ്ടല്ല നാലോത്തിക്ക് എപ്പോൾ മണ്ട കൊണ്ട് പോണ്ടല്ല ഇവിടെ ചൊന്നിനെന്തിന് വിട്ടു നിന്റെ കൊണ്ട് നിങ്ങൾ പോയിട്ട് ചേർക്കോറും അവന് കഴിക്കരുത് കൊടുത്ത ആ പ്രതിഫലമല്ല ചൊന്നത്. അപ്പോൾ വിട്ടു നിന്നതായ ബന്ധയിക്കൂ അങ്ങനെ മുട്ട ഇലമുത്തയിക്കൂ അബ്ബമ്മയ്ക്കൂ പിന്നെ നിലക്കരങ്ങൾക്കൂ ചെറിയ ചെറിയ വിഷയത്തിൽ കഴിക്കൂ പോയിട്ട് സലാം ചൊന്നിട്ടു ഒന്ന് സമാക്കണതായ ഒരു അവകാശമായിട്ട് ഇത് അന്ന് ചൊല്ലത്. അപ്പം ആയതുകൊണ്ടിട്ട് ഈ അവകാശത്തെ യൂസ് ആക്കുന്നു. പാവത്തെങ്ങനെയും അകത്യമുള്ളങ്ങനെയും മറന്നിരണ്ട. മുസ്ലിം ഉമ്മത്തിലെ ദുവത്തിൽ മുട്ടിരുന്ന അങ്ങനെ സെൻറ്ററുണ്ട്. ഈ സെൻറ്റർ നടപ്പാട്ട് പോകാനായിട്ട് 10,70,80,000 രൂപ ഒരു തിങ്കളിൽ ಖರ್ಚുണ്ട്. ഈ സെൻറ്ററിൽ ചൊല്ലുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള പ്രചാരാക്കുന്ന ഒരു സെൻറ്ററായിട്ട് ഞങ്ങളെ മക്കൾക്ക് ഫ്യൂച്ചറിലെ മക്ക അങ്ങക്ക് തർബിയത്ത് കൊടുക്കുന്ന ഒരു സെൻറ്ററായിട്ട് നടപ്പാട്ടിന് ഭാര്യ കഷ്ടത്തിൽ നടപ്പാട്ടുകൊണ്ടുള്ളത് നോമ്പുകളും അല്ലാത്തപ്പോൾ ഞങ്ങളെ മക്കളെ ദർശകനായിട്ട് ഞങ്ങൾക്ക് നിസ്കരിക്കുവാനായിട്ട് റായ ചുറ്റിട്ട് പല്ലി ചുറ്റിട്ട് പൈസ തെങ്ങനെ ചുന്നിട്ട് വേഗിട്ട് കൊണ്ടുവന്നിട്ടായിട്ട് ഇത് നടപ്പാട്ടുകൊണ്ടുള്ള നടപ്പാട്ട് കുത്തിയില്ല. ഞങ്ങളെ ഔത്തിലെ ചെലവ് ഞങ്ങൾ സ്വന്തം നോക്കും. ഞങ്ങൾ ആരെ വിട്ട് വേഗം പോകണില്ല. ഞങ്ങൾക്കൊരു ഇജ്ജത്തുണ്ടല്ലോ എന്താക്കില്ല മജ്ബൂറായിട്ട് ആയതുകൊണ്ടിട്ടു ആ നടപ്പാട്ടിലെ ആൾമാരൊട്ടിಗೆ സാത്ത് കൊടുത്തിട്ടു നല്ല ഒരു എമൗണ്ട്. ഇപ്പോൾ ഒരു തിങ്കളൊരു എല്ലാവരും തന്നെ ഒരു ചെറിയൊരു എമൗണ്ട് ഒരു 4-10 ഒരു 20 രൂപ തന്നെ സേവ് ആക്കിയിട്ടുണ്ടെങ്കിൽ 600 രൂപ കൊടുക്കാം. ഒരു വലിയ കഷ്ടമേ അല്ല. ഒരു ഔത്തിലൊരു ചെറിയ ബോക്സ് വെച്ചിട്ട് ഒരു 20 രൂപ ഇടുള്ളൂ. ഒരു തിങ്കളിൽ 600 രൂപ 500 രൂപ കൊണ്ടുപോയിട്ട് ആ പള്ളി കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടെ നടപ്പാട്ട് കഷ്ടമല്ല ആവില്ല. നാളെ അള്ളാഹുവിനെ മുട്ട അത് വലിയൊരു സമ്പത്തായിട്ട് നാളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള പ്രചാര ആക്കുന്നതായ ആ സെൻറ്ററിൽ കലിമത്തു തൗഹീദ് നിന്റെ കലിമത്തു തൗഹീദ് പ്രചാര ആക്കുന്നതായ ആ സെൻറ്ററിൽ കൊടുത്തവനായിട്ട് റബ്ബെ ഞങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോലെ തീഗ് പുലവും അല്ലെങ്കിൽ എല്ലാ അങ്ങനത്തെ പ്രതിരോധ ഞങ്ങൾക്ക് ഇത് ഇല്ല. ഞങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെമ്മെ തന്നിര അതൊരു തെല്ല് ഈ സെൻറ്ററിൽ കൊടുക്കണമെന്ന് ചോദിച്ചു. ഈ സന്ദർഭത്തിൽ നാം നിങ്ങളെ മുട്ട നെനപ്പാക്കിയുള്ളൂ. ഞങ്ങളെ ജവാബ്ദാരി ആയിരിക്കും. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ കഴിഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും ബൈത്തുൽ മാലിക്ക് വേനായിട്ട് കളക്ഷൻ ആക്കി കൊടുക്കും. അത് സുന്നത്തായിട്ട് അത് ഞങ്ങൾ നല്ല ഈ ഒരു സെൻറ്ററിൽ നല്ലൊരു കളക്ഷൻ ഉണ്ട് പറഞ്ഞു ചോദിച്ചു. ഞാൻ പ്രതിജ്ഞ നാളെ അള്ളാഹുവിനെ മുട്ട അത് വലിയൊരു സ്വത്തായിട്ട് നാം പഠിച്ചോണ്ട് കേൾക്കില്ല. നക്കത്തെ കടതണ്ടവണ് ആറുണ്ട്. റബ്ബു കടത്തെ ആവശ്യകതയില്ല. മാത്രം ഇതൊക്കെ എത്രമാ മൾട്ടിപ്പിൾ ആയിട്ട് എത്രമാ യാര മടങ്ങായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തണ്ട. അതുകൊണ്ട് നിലനിൽക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിലെ എല്ലാ നമ്മത്തെ ഫിത്നയിൽ തൊട്ടിട്ടു മുസ്ലിം ഉമ്മത്തിലെ കാത്ത് സലാമത്താകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ മക്കളെ ഞങ്ങളെ സ്വാലിഹായ മക്കളാക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ കുടുംബത്തിൽ ശാന്തിയും നെമ്മതിയും തരട്ടെ. ഞങ്ങളെല്ലാം അമലു സ്വാലിഹാത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ട് തക്കതായ പ്രതിഫലം തന്നിട്ട് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആരെല്ലാം ഹാജിമാർ ഹജ്ജ് ചെയ്യുവാനായിട്ട് പോയിതറ അങ്ങനെ ഹജ്ജ് മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മ നിർവഹിച്ചിട്ട് തിരിച്ചിട്ട് അങ്ങനെ ഫാമിലിക്ക് ആഫിയത്തോടു കൂടെ തിരിച്ചു പറകുള്ളതായ തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കട്ടെ. അതേപോലെ ഞങ്ങൾ എല്ലാവർക്കും ഹജ്ജാക്കുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ. അതേപോലെ കുറേ ആൾമാർ രോഗിമാരുള്ള നല്ല ചങ്ങായിമാർ കുറേ ആൾമാർ വസിയത്താക്കിയതാണ് ദ്വാരക്ക് ഉപേരായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലേക്കുവാർ ഔത്തിലേക്കുവാർ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതെല്ലാം രോഗിമാർ രോഗം കൊണ്ട് കഷ്ടപ്പെട്ടതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ രോഗത്തിൽ എത്രയും എളുപ്പത്തിൽ ശിഫയാക്കി കൊടുക്കട്ടെ. എല്ലാ മാരകമായ രോഗത്തിൽ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കാത്തു സലാമത്താക്കട്ടെ. ഈമാനോട് കൂടെ മരിച്ചതായ എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുമാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും കൊടുത്തിട്ട് അനുഗ്രഹിക്കട്ടെ. അതേപോലെ ഞങ്ങളെയും അങ്ങനെയും ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ ഓർമ്മിച്ചു കൊടുക്കട്ടെ. ഞങ്ങൾ നിസ്കാര കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും ഇണ്ടത്തെ ഒരു വിഷയം അങ്ങനെ ചൊന്നെങ്കിൽ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും അല്ലാഹുവേ നണ്ടിൽ നിന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കട്ടെ ഉണ്ടായിട്ടിരിക്കുക. അതിനർത്ഥം അതായിട്ടിരിക്കൊരു വിശ്വാസമാണ്. ഈദ് മുബാറക്ക് ചൊല്ലണ്ടായിട്ടല്ല അതിനർത്ഥം. ഇത് ചൊല്ലൽ പിന്നെ അതും ചൊല്ലാം എന്തും അത് ചൊല്ലുമ്പോൾ തീരാനായിട്ട് എന്തും അല്ല. അപ്പോൾ ആ ഇസ്ലാമിൽ എന്തിന് എത്തിക്വേറ്റ്സ് ഉണ്ട് അത് ഞങ്ങളുടെ ജീവിതത്തിൽ വേണുണ്ടായിട്ടിരിക്കും. അതേപോലെ സമുദായത്തിന് പേരായിട്ട് ദീനിക്ക് പേരായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് പ്രവർത്തിച്ചിട്ട് എൻ്റെ ജയിലിലുള്ളങ്ങുള്ളതാണ്. അതേപോലെ റായ വിട്ടു പോയങ്ങുള്ളതാണ്. കേസിലും അതിലെല്ലാം കുടുങ്ങിയങ്ങുള്ളതാണ്. ഞങ്ങൾ മറന്നിട്ടിക്കുവാങ്ങ
ಎತ್ತರಮ್ಮ ಬಾಲಕಾರ ಮರ ನಂಗಲ್ಲಿ ರಾಯತ್ರಿ ಹೊರತು ಮುಂಜಾನೆ ನಾ ಹೋಗ್ಬತ್ತು ಅವನ ಅಬ್ಬರೊಟ್ಟಿಗೆ ಪಲ್ಕವರ ಎಂಬತ್ತು ವರ್ಷ ಹತ್ರ ಆಯಿತು 3-4 ವರ್ಷ ಆಯಿತು 3 ವರ್ಷ ಆಯಿತು ಆ ಬಾಲಕಾರ ಜನ ಮಕ್ಕಳ ಹಬ್ಬ ಇಂಡು ಜೈಲಿಲ್ಲ ಆಕಾತ ತಪ್ಪುವೇನಾಯಿತು ಎಂತ ಎತ್ತರಮ್ಮ ಉದಾಹರಣೆ ನಾವೇ ಖುಷಿ ಪಡುம்போತ್ತು ಹಂಗಲೆ ಮರಕೋಗ್ತಿರಲ್ಲ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ അങ്ങനെ കൊടുക്കുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തട്ടെ അങ്ങനെ പ്രവർത്തനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ട് തക്കതായ പ്രതിഫല കൊടുത്തിട്ട് അനുഗ്രഹിക്കട്ടെ എന്നും ദീനിന്റെ സമുദായത്തിക്ക് വേനായിട്ട് പ്രവർത്തിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുൻ സമീഉദ് ദുആ യാ ഖാദിയൽ ഹാജത്ത് اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم دمر أعداءنا وأعداءك وأعداء الدين يا رب العالمين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اغفر لنا وارحمنا ولوالدينا رب ارحمهما كما ربيانا صغيرا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين تقبل الله منا ومنك